പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കാനായി വിളിച്ചതിനെ ഓർത്ത ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിന് സാക്ഷി നൽകുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രഭാതത്തിൽ കൃപ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നിയമങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതുമെന്നും ഞങ്ങളുടെ മനസ്സുകൾ അവ എഴുതി വയ്ക്കുമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിങ്ങളുടെ പാപങ്ങൾ ഒരിക്കലും ഞാൻ ഓർമ്മിപ്പിക്കുകയില്ലെന്നും പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലിയുടെ ആവശ്യമില്ലെന്നും ആത്മാവിനാലാണ് അവരെ നയിക്കുന്നതെന്നും ഇന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ കാരുണ്യവാനായ കർത്താവേ, നീ തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ ഇതാ സ്വീകരിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, വചനത്തിൻ്റെ നിറവ് ജീവിക്കുന്നവരാണ് വിശുദ്ധരായി തീരുക. പരിശുദ്ധാത്മാവിനാൽ നിറയുക, അവരാണ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നതെന്ന വിതക്കാരൻ്റെ ഉപമയിലൂടെ നീ സംസാരിക്കും. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലതെല്ലാം വഴിയരികിൽ വീണു, ചിലതൊക്കെ പാറപ്പുറത്ത് വീണു, ചിലതൊക്കെ മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. 100, 60, 30 മേനി ഫലം പുറപ്പെടുവിച്ചു. എന്നാൽ പാറപ്പുറത്ത് വീണതും മുൾച്ചെടികൾക്ക് വീണതും വഴിയരികിൽ വീണതുമൊക്കെ പറവ് കൊണ്ടുപോവുകയും വേരില്ലാത്തതിനാൽ ഉണങ്ങിപ്പോവുകയും മുൾച്ചെടികൾക്കിടയിൽ ശ്വാസം മുട്ടുകയും ചെയ്ത നശിച്ചു പോകും. ഞങ്ങൾക്ക് ലഭിച്ച വചനങ്ങൾ വഴിയരികിലെ മുൾച്ചെടിയിലോ പാറപ്പുറത്തോ ആകാതെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നല്ല തലങ്ങൾ വീണുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുവാൻ, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ആ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് അങ്ങേ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. വചന വെളിച്ചം ലഭിക്കാതെ പോയ എല്ലാവരെയും നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കും. നിൻ്റെ കരുണയും സ്നേഹങ്ങളുടെ മേൽ ചൊരിഞ്ഞ് വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാവിനാൽ അവരെ നയിക്കുകയും ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.